അങ്ങനെ നമുക്കിന്നത്തെ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തുവാ സ്പെഷ്യലെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആവര് ചായ ഇടുന്ന പരിപാടിയിലാണ് കൂട്ടുകാരെ. നല്ല ഏലക്ക ചായ. അങ്ങനെ ഏലക്ക ചായ അമ്മ എല്ലാം ഇട്ട് സെറ്റാക്കി കേട്ടോ. രാവിലെ ചായ കുടി. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് രാവിലെ എന്തുവാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നും കാണിക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അമ്മ അവിടെ എടുത്ത് വെച്ച് ഇവിടെ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചായ കിടന്ന് തിളയ്ക്കുന്നു. അമ്മ കഷ്ണങ്ങളൊക്കെ വൃത്തിയാക്കിയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ കയറ്റി നമ്മുടെ അടുപ്പിലോട്ട്. ഇനി അമ്മ കഷ്ണങ്ങളെല്ലാം സാമ്പാറിന് വേണ്ടി അരിഞ്ഞരിഞ്ഞെടുക്കുവാണേ. അപ്പം അമ്മ ഞാൻ ചെയ്തോൻ ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മുഹസിനോടി വന്നു. ഇനി മുഹസിൻ്റെ പരിപാടികളാണ് ബാക്കി. അപ്പം അമ്മ പറഞ്ഞാൽ നീ ചെയ്തു എന്നും പറഞ്ഞ് അമ്മ അടുത്ത് ഇഡലിയിൽ ഉണ്ടാക്കാൻ പോയി. വലിയ പാടാ. മുഹസിൻ കയ്യോറയൊക്കെ കയറ്റി ഭയങ്കര അരി നടത്തുക. അതിനുശേഷം ഞങ്ങൾ കട്ടിംഗ് പാഡൊക്കെ എടുത്ത് കൂട്ടുകാരെ. ഇനി കട്ടിംഗ് പാഡിലാണ് ഞങ്ങളുടെ അരിയൽ. അപ്പോൾ അവിടെ പാചകമൊക്കെ നടക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നേരം പുറത്തോട്ട് ഇറങ്ങി കൂട്ടുകാരെ. മുറ്റത്തോട്ട് ഇറങ്ങി വല്ല പൂവൊക്കെ ഉണ്ടോ പുതിയതെന്ന് നോക്കാനായിട്ട്. അതിനിടയ്ക്ക് അമ്മ എനിക്ക് ചായ കൊണ്ട് തന്നു. ഞാൻ ചായ കുടിച്ചു. പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നു. അപ്പോഴത്തേക്കെല്ലാം അടുപ്പിൽ സെറ്റായി. നമ്മുടെ കുക്കറാണെങ്കിൽ നമ്മളെ കൂകി വിളിക്കാൻ തുടങ്ങി, വായോ വായോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡലിക്കുട്ടന്മാരൊക്കെ പൊങ്ങി ആവിയിലൊക്കെ ആയിരുന്നു. കണ്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. അമ്മ അതിനിടയ്ക്ക് 3 കൂട്ടം ചമ്മന്തിയും ഉണ്ടാക്കി, സാമ്പാറും ഉണ്ടാക്കി. ഇനി നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് എന്തുവാന്ന് നോക്കാം. ഞങ്ങൾ നെയ്ച്ചോറാണ് കൂട്ടുകാരെ ഉണ്ടാക്കിയത്. നെയ്ച്ചോറെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസൊക്കെ ഇട്ട് ഒരു ഫ്രൈഡ് റൈസ് പോലെ നമ്മളങ്ങ് സെറ്റ് ചെയ്ത് ആദ്യം റൈസൊക്കെ വേവിച്ചെടുത്ത് അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് മുട്ടയ്ക്കകത്ത് ഉപ്പും കുരുമുളകും ഇട്ട് നല്ല ചിക്കി എടുത്ത് അതൊരു പാത്രത്തിലോട്ട് അമ്മ കോഴിയെടുത്തു. ഇനി അതിനകത്തോട്ട് ശകല എണ്ണ കൊണ്ടുവന്ന് ഒഴിച്ചാണ് ഇതിലേട്ട് നമുക്ക് ആവശ്യമുള്ള നമുക്കിഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യാം. കൂടെ അവിടെ കുറച്ച് കശുവണ്ടിയും മുന്തിരിങ്ങയായിരുന്നു കേട്ടോ. ഞാൻ അതും കൂടെ എടുത്ത് ആഡ് ചെയ്തു കൂട്ടുകാരെ. അതെല്ലാം ചിക്കി നമ്മളാണെങ്കിൽ ക്യാരറ്റും പച്ചമുളകും സവോളയും മാത്രമേ ഇട്ടുള്ളേ. വേറെ ഒന്നും മുഹസിനൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് ഇത് മാത്രമേ അവൻ കഴിക്കൂ. അതുകൊണ്ട് നമ്മൾ അത് മാത്രമേ ഇട്ടുള്ളൂ. നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്കിതിനകത്ത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ റൈസും കൂടി ഇട്ട് നമ്മൾ നന്നായി ഇതിനെ ഇളക്കിയെടുക്കുക. നന്നായി ചിക്കി ഇളക്കി അതിൻ്റെ ഫൈനൽ ലുക്കുണ്ട് നമ്മുടെ ലഞ്ചിൻ്റെ. നല്ല മയണൈസും ചമ്മന്തിയും സവോളയും നമ്മുടെ നാരങ്ങ അച്ചാറും ഒക്കെ കൂട്ടി പപ്പടമൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ച് കൂട്ടുകാരെ. ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ